ഒരു ഗ്ലാസ് തന്ന. എന്താ എനിക്ക് ഇത്ര ബേജാറ്? എന്താ ഒരു തലകറക്കന്മാര് ബി.പി എന്താ ഇറങ്ങിക്കണോ? കുടി എന്നാ കുറച്ച് വെള്ളം കുടി. എനിക്ക് വേണ്ട. എന്താ എനിക്ക് ഇത്ര മൂഡ് ഓഫ്? രാവിലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കണാണ്. ഒന്നുമില്ലടാ, ഈ മഴക്കാലത്ത് ഞാൻ ആ പെരേക്ക് കയറുന്നു എനിക്ക് തോന്നുന്നില്ല. അതെന്താ അങ്ങനെ പറയണത്? ഫ്രിഡ്ജല്ല പറഞ്ഞിന്ന് കുറി വിളിച്ച് തട്ടിക്കൂട്ടിട്ട് എങ്ങനെയെങ്കിലും പ്രാവശ്യം പേരേക്ക് കയറി കൂറണന്ന്. ഇന്ത്യയിൽ വരെ എത്താൻ തന്നെ പെണ്ണുങ്ങളതും കുട്ടികളുടെ ഒക്കെ എടുത്ത് ഇനിയിപ്പോ ഒരു ചെറിയ കുറിയ കിട്ടാം. അതുകൊണ്ട് ഇപ്പൊ എവിടെ എത്താനാ? ഒന്നും ആവൂല. മാനോ ഇത് സങ്കടപ്പെടണ്ട, പഠിച്ച എന്തെങ്കിലും ഒന്ന് കണക്ക് കൂട്ടിക്കണം. മാനോ ഇജ്ജ് ബേജാറാകൊന്നും വേണ്ട. എന്റെ കൊല്ലിയിലുള്ള 1000 വായല്ലേ, അത് വെട്ടുമ്പോ ഇജ്ജ് എടുത്തോ പൈസ. ഇത് എനിക്ക് ഉണ്ടാകുമ്പോ തന്നാ മതി. ബാവേ, ഇതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനാടാ ചങ്ങായിമാരായിട്ട് നടക്കുന്നത്? മഴയുണ്ട്, മഴയുള്ളണ്ട. ബാബാ ഇസ്മായിലെ, ഞാൻ പറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കൊടുന്നല്ലേ? ഇല്ലപ്പാ. അപ്പൊ ഇത്രയും നേരം ഈ എവിടെയായിരുന്നു? ഞാൻ ചെക്കന്മാരിപ്പം ഫുട്ബോളിന്റെ ഫ്ലക്സ് കെട്ടാൻ നിൽക്കുന്നു. എന്നാലേ മോന്തിയാ നിൽക്കണ്ട. മോന്തിയാകുന്നതിന് മുമ്പ് വേഗം പോയിട്ട് ആ സാധനങ്ങൾ വായിട്ട് വാട്ടോ. എടാ എന്താണ് ഉച്ചയ്ക്ക്? അറിയില്ലപ്പാ. കൊട്ടായിന്ന് തോന്നുന്നുണ്ട്, ഒന്ന് വേഗം പോയി നോക്ക്. പടച്ച റബ്ബേ, ചതിച്ചല്ലോ റബ്ബേ. വല്ലാത്ത കഥ ഇമാനു. എന്റെ തൊട്ട അയലോക്കല്ലേ ഇപ്പൊ അത്. എങ്ങനെയാ നമ്മളിവിടെ ജീവിക്കുക? എനിക്കതല്ലേ ബക്രാക്കാന്റെ കാര്യം. ശരിയാ, എന്താ ഇപ്പൊ ചെയ്യാ? കഴിഞ്ഞ ആഴ്ച ആ ചെട്ടിയാരെ 3 ആടിനെ പുലി കൊണ്ടായത്. ആ ബക്രാക്ക, ആ ഇതിപ്പോ എവിടെ മക്കളെ നിങ്ങൾക്ക് പണി? ഒക്കെ ആദരാക്കാൻ്റെ. അല്ല ബക്കർക്ക, എപ്പോഴെപ്പോ ഇത്? അതിന്റെ കഥയൊന്നും പറയേണ്ട കുട്ടികളെ. ഒരു 5-5:30 ആയിട്ടുണ്ടാവും. ഞാനൊരു കട്ടൻ ചായയും കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കുട്ടി ഇസ്മായിൽ വന്നിട്ട് കയറുന്നത്. അതിൽ കൊട്ടായി എന്നൊരു ഒച്ച കേട്ടു. ഞങ്ങൾ രണ്ടാളും പാടെ ഓടിച്ചെന്ന് നോക്കുമ്പോൾ എൻ്റെ വിഷമം ആരോടാ ഞാൻ പറയാം. എൻ്റെ ഒച്ച കേൾക്കുമ്പോൾ കൊട്ടായി നകരാൻ തുടങ്ങും. ഞാനൊരു പഴം കൊടുന്ന് എന്നും കൊടുക്കും. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കരച്ചിൽ നിർത്തൂല. എൻ്റെ കുടുംബം പോറ്റിയത് ആ പശുവാണ്. ആ പശുവിനെ പുലി പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അപ്പം തുടങ്ങിയ കരച്ചിലാണ് എൻ്റെ പെണ്ണുങ്ങൾ. ഇതുവരെ കരച്ചിൽ നിർത്തിയിട്ടില്ല. എന്താ ബക്രാക്ക നമ്മൾ ചെയ്യാ? നമ്മളെ നാടിന്റെ ഒരു അവസ്ഥയപ്പത്. നമ്മക്കാണെങ്കിലും ഇവിടുന്ന് ഇട്ടെറിഞ്ഞ് പോകാനും പറ്റുന്നില്ല. അതെ, അതാ നമ്മളെ കൗൺസിലർ വരുന്നേ. അല്ല, ഇവിടെ ആരോ പശുവിനാണ് പുലി പിടിച്ചത്? നമ്മളെ ബക്രാക്കാൻ്റെ ആണോ? എൻ്റെ വിഷയം എപ്പോഴും സംഭവം ഉണ്ടായേ? അല്ല സാറേ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഞങ്ങൾ എന്താ കാട്ടേണ്ടത്? ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കാം? അതൊന്ന് പറഞ്ഞു നിങ്ങളെ. നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലായി. നിങ്ങൾ കാര്യങ്ങളൊക്കെ പറയും, ഞാൻ വേണ്ടപ്പെട്ടവരെ അറിയിച്ച് എന്താ വെച്ചാൽ ചെയ്യാം. എന്ത് സാറേ നിങ്ങൾ മേലൊക്കെ അറിയിക്കുന്നത്? ഒരാഴ്ച മുമ്പാണ് ഒരു പിഞ്ച് പൈതലിനെ ആന പിടിച്ചത്. ഓരോ മാസവും ഇവിടെ എത്ര ആളുകൾ ആന പിടിക്കുന്നുണ്ട്, എത്ര ആടുകളെ, വളർത്തുമൃഗങ്ങളെ പുലി പിടിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾ പാഞ്ഞു വരും. നിങ്ങൾ ജനപ്രതിനിധികളാണ്. ഞങ്ങൾ മേലക്കറിയിക്കാൻ ഇത്രയും കാലം അറിയിച്ചതൊക്കെ മതി. നിങ്ങൾ എന്താ ഇവിടെ അറിയിച്ചിരുന്നത്? റോട്ടിൽ ഇങ്ങനെ പോയിരിക്കാന്നല്ലാതെ ഒന്നും നടക്കൂല. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി തരും. അതാ നിങ്ങൾ ചെയ്യേണ്ടി. അല്ലെങ്കിൽ പാഞ്ഞു വന്ന് എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോ പാഞ്ഞു വന്ന് ഞങ്ങളോട് ഇങ്ങനെ മേലെ കറിക്കാറിട്ട് കാര്യമുണ്ടോ?
ഇവിടെ ആനയും പുലിയും കൊണ്ട് നടക്കാൻ പറ്റണില്ല. അത് മനസ്സിലാക്കണം. തീരുമാനം ഉണ്ടാക്കി, അല്ലാതെ വെറുതെ മേലക്കറിയിക്കാന്ന് പറയാന്നല്ലോ. എന്നിട്ട് 2 ദിവസം കൂടെ കഴിഞ്ഞും ചെയ്ത്. നിങ്ങളെല്ലാവരും കൂടി എന്നോട് ചൂടായിട്ട് എന്ത് കാര്യം? ഇതെനിക്ക് മുകളിലേക്ക് അറിയിക്കാനല്ലേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ പറ്റില്ലെങ്കിൽ നിങ്ങൾ വിറ്റിട്ട് എങ്ങോട്ടേലും പോയിക്കോളേ. സാറേ, ആ വർത്താനങ്ങൾ പറയരുത്. ഞങ്ങൾ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ ഇവിടെയാണ്. ഞങ്ങളെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യം ഇവിടെയാണ്. ഇവിടെ വിറ്റ് പോകാനോ? അതുക്കും നല്ലത് ഞങ്ങളെ വെടിവെച്ച് കൊല്ലി, അതാ നല്ലത്. സാറേ, ഞങ്ങളെ ബാപ്പാരും പല്ലിപ്പാരും കിടക്കണം മണ്ണത്. ഞങ്ങൾക്ക് അങ്ങനെ വിട്ടു പോകാൻ പറ്റോ? അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇട്ടെറിഞ്ഞു പോകുന്നില്ല. ആ മോഹം നിങ്ങൾക്ക് വേണ്ടിട്ടോ. ബാബേ അന്റെ ബായത്തോട്ടത്തിൽ ആന ഇറങ്ങിക്കണ്. മൊത്തം ആന നശിപ്പിച്ചു. പടച്ച റബ്ബേ. വരി എല്ലാവരും വരി. എന്താ ഓന്റെ പെരീ ചെന്ന് ഞമ്മള് പറയാനു. എന്തെങ്കിലും പറയണ തുറന്ന് പറയണോട് പറഞ്ഞിടാ ഇറങ്ങിയല്ലേ. മാനോ, ഇജ്ജ് ബേജാറാകൊന്നും വേണ്ട. എന്റെ കൊല്ലിയിലുള്ള 1000 വായല്ലേ, അത് വെട്ടുമ്പോ ഇജ്ജ് എടുത്തോ പൈസ. ഇത് എനിക്ക് ഉണ്ടാകുമ്പോ തന്നാ മതി. ഒരു വശത്ത് ജീവൻ നിലനിർത്താനുള്ള പോരാട്ടം, മറുവശത്ത് ഉപജീവനം നിലനിർത്താനുള്ള പോരാട്ടം. ആനയും പുലിയും കൊണ്ട് പൊറുതിമുട്ടിയ ഈ ഗ്രാമക്കാർക്ക് ചോദിക്കാനൊന്നു മാത്രം: ഇനി ഞങ്ങൾ എന്തു ചെയ്യും?